Hi friends, Assalamualaikum. Welcome back to my channel babyskitchen. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി പാർട്ടികളിലൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്തിട്ട് തിളങ്ങാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഡബിൾ ലെയർഡ് മിക്സ്ഡ് പുഡിംഗ് ആണ് കേട്ടോ. അതും വളരെ ഈസി ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. ഈ ഒരു പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പുഡിങ് വളരെ കളർഫുൾ ആയതുകൊണ്ട് തന്നെ വെറുതെ വലിയ ക്യാഷ് കൊടുത്ത് ഡെക്കറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ ഡെക്കറേഷനും വെറൈറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൊളിയാണ് ഫ്രണ്ട്സ്, അത്രയ്ക്കും ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു ഡബിൾ ലെയർഡ് മിക്സഡ് പുഡിങ്ങിന് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാൽ തിളക്കുന്ന സമയം കൊണ്ട് ബാക്കി പരിപാടികൾ എന്തൊക്കെ നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. അപ്പോൾ 1 ലിറ്റർ പാലിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 15 ഗ്രാം ചൈന ഗ്രാസ് ആണ്. 10 ഗ്രാം ഒരു പാക്കും 10 ഗ്രാമിൻ്റെ വേറെ ഒരു പാക്കിൻ്റെ പകുതിയുമാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചൈന ഗ്രാസ് ഒന്ന് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ വെള്ളത്തിൽ ചൈന ഗ്രാസ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് മുക്കി വെക്കാം ഇതുപോലെ. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് കുറച്ചിട്ട് സിമ്മിലാക്കി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 2-3 ഏലക്കായ നന്നായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡ് ചെറിയൊരു ഡബ്ബ് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴാട്ടോ ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ മധുരം മതിയാവാത്തവർക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പുഡിങ് ആകുമ്പോൾ കുറച്ച് മധുരം മുന്നിൽ നിൽക്കണം. അപ്പോഴാണ് പുഡിങ് തണുപ്പിച്ചെടുത്തതിന് ശേഷം മധുരമൊക്കെ പാകമായിട്ട് വരുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായുടെ പൊടി കയ്യിലുള്ളവർക്ക് അത് മാത്രമാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുതിരാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കാം. ഇനി നമുക്കിത് സിമ്മിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ അതേ ടൈമിൽ തന്നെ പാലും സിമ്മിൽ തന്നെ ചൂടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ പാലിലേക്ക് 1 ടീസ്പൂൺ മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിൽമയുടെ നെയ്യ് തന്നെ ചേർക്കുക, അഥവാ നല്ല നെയ്യ് തന്നെ ചേർക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായിട്ട് വരുന്നുണ്ട്. തീ കൂട്ടി വെക്കരുത്. അങ്ങനെ ചെയ്താൽ ചൈന ഗ്രാസ് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ നേരെ ചൂടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുഡിങ് ഡബിൾ ലെയർ ആക്കി എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് പകുതി പാല് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ള പാല് സിമ്മിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഈ പകുതി പാലിലേക്ക് ഇതുപോലെയുള്ള പിസ്തയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എത്ര ചേർക്കണമെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ കിട്ടുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെയുള്ളൊരു ഗ്ലാസ് ട്രേയിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ട്രേ ഏതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള പാലിലേക്ക് സ്ട്രോബെറിയുടെ എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് സിമ്മിൽ തന്നെ വെക്കാം. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ചെയ്യുന്നത് 2 ലെയർ പുഡിംഗ് അല്ല, 2 ലെയർ മിക്സഡ് പുഡിംഗ് ആണ്. 2 ലെയർ പുഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെയർ നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ നമ്മളിത് 2 ലെയർ മിക്സഡ് പുഡിംഗ് ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റായിട്ട് വരുന്നത് വരെ നിൽക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഫസ്റ്റത്തെ ലെയർ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് സെറ്റായിട്ട് വരും. പക്ഷെ ഉള്ളിലൊന്നും ചൂടാറിയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു മുകളിൽ പാട കെട്ടിയ പോലെ മുകൾ ഭാഗം സെറ്റായിട്ടുണ്ടെന്ന് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു ടൈമിലാണ് നമ്മൾ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ സിമ്മിൽ തന്നെയാണ് ഇതുവരെയും പുഡിങ്ങിൻ്റെ മിക്സ് വെച്ചിട്ടുണ്ടായിരുന്നത്.
ഇത് നിങ്ങൾ കണ്ടില്ലേ പുഡിങ്ങിൻ്റെ മിക്സ് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കണം എന്ന് പറയുന്നത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് തണുത്തിട്ട് ആ പാത്രത്തിൽ സെറ്റായി പോവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറും അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ളൊരു തവി വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ വളരെ പതുക്കെ രണ്ടാമത്തെ ലെയറും ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം സെക്കൻഡ് ലെയർ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പുഡിങ് ആദ്യത്തേത് അധികം സെറ്റ് ആവാത്തത് കൊണ്ട് തന്നെ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് സൈഡിലൂടെയൊക്കെ ഇറങ്ങിയിട്ട് മിക്സ് ആവുന്നത്. ഇനി ഇതുപോലെ സ്പൂണോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലെയൊന്ന് പതുക്കെ ഇങ്ങനെ സെൻറ്റർ ഭാഗം മാത്രം ഇളക്കി കൊടുക്കാം. പതുക്കെ പറഞ്ഞാൽ വളരെ പതുക്കെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ രണ്ട് കളറും കൂടെ ഒന്നായിട്ടങ്ങ് മിക്സ് ആയി പോകും കേട്ടോ. അങ്ങനെ ചെയ്യരുത്. ഫസ്റ്റ് ലെയർ ഓവറായിട്ട് സെറ്റാക്കി എടുക്കാതെ നേരിയ തോതിൽ സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത് തന്നെ ഒന്നായിട്ട് മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതുപോലെ ട്രേയുടെ സൈഡിലേക്കൊന്നും അധികം ഇളക്കി കൊടുക്കണ്ട. ഈ ഒരു പുഡിങ്ങിന് ഡെക്കറേഷൻ വേണ്ടാന്ന് പറഞ്ഞ് തന്നെ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള മിക്സിങ് തന്നെയാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ ഡെക്കറേഷൻ എന്നതുകൊണ്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടൊക്കെ പോയിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാണ്. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള 2 ലെയർഡ് മിക്സർ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വെക്കാതെ തന്നെ അവൻ പ്ലേറ്റിലേക്ക് ചാടിയിട്ടുണ്ട്. ഈ ഒരു പുഡിങ് എത്രത്തോളം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടെന്ന് ഈ ഒരു വീഴ്ചയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ആയിട്ട് മിക്സ് ആയിട്ട് കളറൊക്കെ നല്ല ഭംഗിയിൽ അടിയിലേക്കും മുകളിലേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കഴിക്കാനും കാണാനും അടിപൊളിയാണ് ഫ്രണ്ട്സ്. വീട്ടിലൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുന്നവർ എന്തായാലും ചോദിക്കും എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഞാനും ഒരുപാട് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളതും. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 2 ലെയർ മിക്സഡ് പുഡിങ് കൂടെ ആട്ടോ ഇത്. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒരു പുഡിങ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ പ്രതീക്ഷ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ബേബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.